ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ റിലയൻസ്, SBI, HDFC ബാങ്ക്, ICICI ബാങ്ക് പോലുള്ള സ്റ്റോക്കുകൾ 1 മുതൽ 2% കറക്റ്റ് ആയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നിഫ്റ്റി 50 22,000 എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുത്തുകയും 21,951 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ബ്രോഡർ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. അതോടൊപ്പം തന്നെ മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഇൻഡെക്സുകളും 1 മുതൽ 2% ഇടിയുകയും ചെയ്തു. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിച്ചാൽ ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ന് വീക്ക്നെസ് ഉണ്ടായിരുന്നു. അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട മാക്രോ എക്കോണമിക് ഡേറ്റയായ പേഴ്സണൽ കൺസപ്ഷൻ ഇൻഡെക്സ് ഡേറ്റ ഇന്നാണ് പുറത്തു വരുന്നത്. അതിനു മുൻപേ ഗ്ലോബൽ മാർക്കറ്റുകളിലെല്ലാം തന്നെ ഒരു കോഷ്യസ് അപ്രോച്ച് കാണാൻ സാധിച്ചു. ഫെഡ് റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ട്രജക്ടറിയുടെ ഗതി നിർണ്ണയിക്കുന്ന ഡേറ്റയാണ് പേഴ്സണൽ കൺസപ്ഷൻ ഇൻഡെക്സ് ഡേറ്റ. ഇന്ന് IT, മീഡിയ, റിയാലിറ്റി, നിഫ്റ്റി PSU തുടങ്ങിയ സെക്ടറുകളിലാണ് ഏറ്റവും അധികം സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തുകയാണ്. ഫെബ്രുവരി മാസത്തിൽ ഇതുവരെ 872 കോടിയുടെ സെല്ലിംഗ് ആണ് FIS നടത്തിയിരിക്കുന്നത്. 22,000 എന്ന സപ്പോർട്ട് മറികടന്നതുകൊണ്ട് ഇനി 21,750 മുതൽ 21,800 വരെയുള്ള സോണായിരിക്കും നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. IT സെഗ്മെൻറ്റിൽ ഇന്ന് 3% ഇടിഞ്ഞൊരു സ്റ്റോക്കാണ് വിപ്രോ. 515 ക്ലോസിംഗ് നൽകി. 2.7 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 24.90, 52 വീക്ക് ഹൈ 545. ഫെബ്രുവരി 19-ാം തീയതിയായിരുന്നു വിപ്രോ 52 വീക്ക് ഹൈ ആയ 545 അവിടെ നിന്നും സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആരംഭിക്കുകയും സ്റ്റോക്ക് ഇന്ന് 515 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 10%, 3 മാസം കൊണ്ട് 30% റിട്ടേൺ നൽകിയ വിപ്രോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു മികച്ച അപ്പ് മൂവാണ് കാഴ്ചവെച്ചത്. കോട്ടക് ഇക്വിറ്റീസ് എന്ന ബ്രോക്കേജ് ഏജൻസി വിപ്രോയുടെ വാല്യൂഷൻ എക്സ്പെൻസീവ് ആണെന്നും വിപ്രോയ്ക്ക് സെൽ എന്ന റേറ്റിംഗ് നൽകി 440 രൂപയുടെ ഡൗൺ സൈഡ് ടാർഗറ്റ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് വിപ്രോ എന്ന സ്റ്റോക്കിൽ സെല്ലിംഗ് വന്നത്. ഇൻഫോസിസ്, HCL ടെക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപ്രോയുടെ ഫണ്ടമെൻ്റൽസ് വീക്കാണ്. ഫണ്ടമെൻ്റൽസ് വീക്കായ സ്റ്റോക്ക് ഉയർന്ന വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുന്നു. കൂടാതെ കമ്പനിയുടെ കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്തും റവന്യൂ ഇൻ ടേംസ് ഓഫ് ഡോളറും ഇൻഫോസിസ്, HCL എന്ന കമ്പനിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മോശം റേറ്റിലാണ്. അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് പേഴ്സണൽസിനിടയിലുള്ള ഹൈ അട്രീഷനും കമ്പനിക്ക് വലിയ ഡീലുകൾ നേടാൻ സാധിക്കാത്തതും വിപ്രോയെ സംബന്ധിക്കുന്ന പ്രധാന ഹെഡ്വിൻഡുകളായി പ്രവർത്തിക്കും എന്നാണ് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. റീസെൻ്റ്ലി വിപ്രോ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് നേടുന്നതിന് വേണ്ടി ക്യാപ്കോ എന്ന കമ്പനിയെ അക്വയർ ചെയ്തിരുന്നു. അതേസമയം ഷോർട്ട് ബിസിനസ് സൈക്കിൾസിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിക്ക് പ്രതീക്ഷിച്ച രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. വിപ്രോ എന്ന കമ്പനിക്ക് BFSI സെഗ്മെൻറ്റിലാണ് ഏറ്റവും അധികം എക്സ്പോസർ ഉള്ളത്. പക്ഷേ BFSI സെഗ്മെൻറ്റ് ഇതുവരെയും ബിയറിഷ് ട്രെൻഡിൽ നിന്നും റിക്കവർ ആയിട്ടില്ല. ഇതുമൂലമാണ് വിപ്രോ എന്ന കമ്പനി ഹയർ വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുന്നു എന്ന് കോട്ടക് ഇക്വിറ്റീസ് പറയുന്നത്. വിപ്രോയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇൻഫോസിസ്, TCS, HCL ടെക് തുടങ്ങിയ കമ്പനികൾ ബെറ്റർ ഗ്രോത്തും ബെറ്റർ റിട്ടേൺ ഓൺ ROICയും മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുകൊണ്ട് വിപ്രോയുടെ 20 ലെവലിലുള്ള വാല്യൂഷൻ എക്സ്പെൻസീവ് ആണെന്നും സ്റ്റോക്ക് കറക്റ്റ് ആകാൻ സാധ്യതയുണ്ടെന്നും കോട്ടക് ഇക്വിറ്റീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. സ്റ്റോക്ക് ഇപ്പോൾ 515 ട്രേഡ് ചെയ്യുന്നു. 500 പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. കോട്ടക് ഇക്വിറ്റീസ് 480, 440 ലെവൽ വരെ സ്റ്റോക്ക് ഇടിയുമെന്ന് പറയുന്നു. രണ്ടാമത്തെ സ്റ്റോക്ക് ഏഷ്യൻ പെയിൻറ്റ് ഇന്ന് 2% ഇടിഞ്ഞ് 2,789 ക്ലോസിംഗ് നൽകി. 2.68 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 49.34, ഡിവിഡൻഡ് ഈൽഡ് 0.94%. സ്റ്റോക്ക് 52 വീക്ക് ലോയ്ക്ക് അടുത്തെത്തിയിട്ടുണ്ട്. 2,708 52 വീക്ക് ലോ. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് സ്റ്റോക്ക് 5% കറക്റ്റ് ആവുകയാണ് ചെയ്തത്. പെയിൻറ്റ് സെഗ്മെൻറ്റിലേക്ക് ഗ്രാസിം എൻട്രി ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഏഷ്യൻ പെയിൻറ്റ് എന്ന സ്റ്റോക്ക് തുടർച്ചയായി ഇടിയുന്നത്. ഗ്രാസിം ബിർള ഓപ്സ് എന്ന പേരിൽ കഴിഞ്ഞ ആഴ്ചയാണ് പെയിൻറ്റ് സെഗ്മെൻറ്റിലേക്ക് എൻട്രി ചെയ്തത്. വരുന്ന 3 വർഷം കൊണ്ട് 10,000 കോടി രൂപയുടെ റവന്യൂ കമ്പനി ജനറേറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. വളരെ അഗ്രസീവായിട്ടുള്ള എക്സ്പാൻഷനാണ് ഗ്രാസിം ലക്ഷ്യമിടുന്നത്. ഇത് പെയിൻറ്റ് സെഗ്മെൻറ്റിൽ തന്നെ കോമ്പറ്റീഷൻ ഉയരുന്നതിന് കാരണമായേക്കുമെന്നും ഏഷ്യൻ പെയിൻറ്റിൻ്റെ മാർജിൻ ഇടിയാൻ സാധ്യതയുണ്ടെന്നും പല ബ്രോക്കേജ് ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. CLSAയുടെ റിപ്പോർട്ട് പ്രകാരം 2025-2026 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ഏണിംഗ് എസ്റ്റിമേറ്റിൽ 8 മുതൽ 10% ഇടിവാണ് വരാൻ പോകുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് CLSA സെൽ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. CLSA കൂടാതെ ഗോൾഡ്മാൻ സാൻസും
ഏഷ്യൻ പെയിൻറ്റിന് സെൽ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. CLSA 2425 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഡൗൺ സൈഡിലുള്ള ടാർഗറ്റ്. ഗോൾഡ്മാൻ സാൻസിൻ്റെയും പ്രധാന കൺസേൺ സെഗ്മെൻറ്റിൽ കോമ്പറ്റീഷൻ വർദ്ധിക്കുന്നതനുസരിച്ച് കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിനിലും അതുപോലെ തന്നെ കമ്പനിയുടെ റവന്യൂവിലും പ്രഷർ ഉണ്ടായേക്കാം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ ഏണിംഗ് എസ്റ്റിമേറ്റ് 5.2 മുതൽ 10% ഇടിഞ്ഞേക്കാമെന്നാണ് പറയുന്നത്. ഗോൾഡ്മാൻ സാൻസ് സെൽ എന്ന റേറ്റിംഗ് നൽകുന്നില്ല, മറിച്ച് ന്യൂട്രൽ റേറ്റിംഗും 2850 രൂപയുടെ ടാർഗറ്റ് നൽകി. സ്റ്റോക്ക് 2788 ട്രേഡ് ചെയ്യുന്നു. 2750, 2650 തുടങ്ങിയ സോണുകൾ വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായി പ്രവർത്തിച്ചേക്കും. 2650 എന്ന സപ്പോർട്ട് കൂടി നഷ്ടമായാൽ സ്റ്റോക്ക് 2500 എന്ന ലെവലിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ക്വാളിറ്റി സ്റ്റോക്കിനെ ബോട്ടം ലെവലിൽ, അതായത് 52 വീക്ക് ലോയ്ക്ക് അടുത്ത് അക്കുമുലേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏഷ്യൻ പെയിൻറ്റ് എന്ന സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്